ഹലോ കൂട്ടുകാരെ, സാന്ത്വനം ടൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വളരെ മനോഹരമായൊരു എപ്പിസോഡാണ്. മറ്റൊന്നും കൊണ്ടല്ല, പോലീസുകാർ വന്ന് അടിച്ച് പഞ്ചറാക്കി അലോകിനെയും കൊണ്ട് സ്റ്റേഷനിൽ പോകുന്ന ഒരു മനോഹരമായ സീൻ ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ട്. കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. അങ്ങനെ ധർമ്മനും രാമേട്ടനും ദേവിയും ആകാശൊക്കെ കൂടിയിട്ട് ഗോമതി സ്റ്റോറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേസമയം ആകാശ് പറയുന്നുണ്ട് അച്ഛൻ അനുവിനെയും അമ്മയും കൂട്ടിയിട്ട് എവിടേക്കാണോ പോയുള്ളത്, ഒരു പിടുത്തം കിട്ടുന്നില്ല എന്ന്. അപ്പം മോളെ നിങ്ങളോടൊന്നും പറഞ്ഞില്ലേ എന്ന് രാമേട്ടൻ തിരിച്ചു ചോദിക്കും ദേവിയുടെ അടുത്ത്. ഇല്ല രാമേട്ട, പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. എങ്ങോട്ടാണോ അറിയില്ല, ഇനി അച്ഛനെന്തെങ്കിലും പ്ലാൻ ഉണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയുകയാണ്. ധർമ്മൻ പണ്ടുണ്ടായിരുന്നപ്പോൾ ഇവിടെ നല്ല രസമായിരുന്നു, അവൻ തമാശ പറയുന്നത് കേട്ടിരുന്ന് സമയം പോണതേ അറിയില്ല എന്നൊക്കെ പറയുകയാണ്. ഇനി അനു തിരിച്ചു വന്നതുപോലെ ഇനി ധർമ്മനും തിരിച്ചു വരുമായിരിക്കും എന്നൊക്കെ ശുഭപ്രതീക്ഷയിലാണ് അവർ. അപ്പോൾ നമ്മുടെ ഇത്തൽക്കണ്ണി ഉദയഭാനു അങ്ങോട്ട് വരികയാണ്. ഹലോ രാമേട്ട, ആകാശേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് സുഖമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വരികയാണ്. അപ്പം തന്നെ നമ്മുടെ ദേവി ഒരു പ്രത്യേക നോട്ടം നോക്കട്ടെ അച്ഛനെ, എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന ഉദ്ദേശത്തിലാണ് നോക്കുന്നത്. അപ്പോൾ ആകാശ് ചോദിക്കും, അങ്കിൾ ഇവിടെ ഉണ്ടായിരുന്നില്ലേ, കുറച്ചായല്ലോ കണ്ടിട്ട് എന്ന്. അപ്പോൾ നമ്മുടെ ഉദയഭാനു പറയണം, ഞാൻ ആഫ്രിക്കയിലായിരുന്നു, ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ആഫ്രിക്കയിൽ പോയിക്കായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു സ്ഥലം വാങ്ങാൻ വിചാരിക്കുന്നുണ്ട്. ആ സ്ഥലം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നോക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും വന്നത് എന്ന് പറഞ്ഞ് തള്ളി മറിക്കുകയാണ് ഉദയഭാനു. അപ്പോൾ ദേവി ഇങ്ങനെ ആക്ഷൻ കാണിക്കേണ്ടതൊന്ന് പതുക്കെ തള്ളച്ച എന്നുള്ള ഉദ്ദേശത്തിൽ. അങ്ങനെ ആകാശിനോട് പറയും, ആകാശം നിന്നോട് അച്ഛൻ ബാങ്കിൽ പോകാൻ പറഞ്ഞിട്ടില്ലേ, ഈ പൈസ കൊണ്ടുപോയി ബാങ്കിൽ കൊണ്ടുപോയി അടക്കിയെന്ന് പറഞ്ഞ് ദേവി കുറച്ച് പൈസ എടുത്ത് ആകാശിന് നേരെ നീട്ടും. അപ്പോൾ നമ്മുടെ ഉദയഭാനു ആ പൈസ വെള്ളമിറക്കി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഉദയഭാനു മനസ്സിൽ വിചാരിക്കും, ഒരു 35,000 രൂപയെങ്കിലും മിനിമം അതുണ്ടായിരിക്കും, കുറച്ച് മുന്നേ വരണമായിരുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ ആകാശ് പൈസയുമായിട്ട് ബാങ്കിലോട്ട് പോകും. അപ്പോൾ അങ്ങനെ ദേവി പറയും, അച്ഛ എന്നെ കണ്ടില്ലേ, പൊക്കൂടെ എന്ന് പറയും. അപ്പോൾ രാമേട്ടൻ ചോദിക്കുക, എന്താ മോളും അച്ഛനും കൂടി ഒരു രഹസ്യം പറയുന്നു എന്ന്. അപ്പോൾ നമ്മുടെ ഉദയഭാനു പറയുകയാണ്, ഞാനിവിടെ സ്ഥലം വാങ്ങാൻ വിചാരിച്ചിട്ടുണ്ട്, അത് ഇവളുടെ പേരിൽ വാങ്ങണോ അതോ ആനന്ദിൻ്റെ പേരിൽ വാങ്ങണോ എന്ന് ചോദിക്കുകയായിരുന്നു ഇവളുടെ അടുത്ത്. ഇവൾ രണ്ടിനും സമ്മതിക്കുന്നില്ല. ഇവൾക്ക് എൻ്റെ സ്വത്തിനോടൊന്നും ഒരു താല്പര്യമില്ല, ഇവളുടെ ഭർത്താവിനും താല്പര്യമില്ല. ഞാൻ എന്താ ചെയ്യുക, ഇത്രയും കോടീശ്വരനായ ഞാൻ എന്ത് ചെയ്യാനാണ്, വേദനിക്കുന്ന കോടീശ്വരനല്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ രാമേട്ടൻ അതെയല്ലേ മോളെ അച്ഛൻ ഇഷ്ടമുള്ളതുപോലെ ചെയ്തോട്ടെ എന്ന് പറയുകയാണ് ദേവിയുടെ അടുത്ത്. അല്ല രാമേട്ട, രാമേട്ടനെ ചായ കുടിക്കണമെങ്കിൽ പോയി കുടിച്ചോളൂ എന്ന് പറഞ്ഞ് ദേവി ചായ കുടിക്കാൻ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ ഉദയഭാനു ഒരു ലിസ്റ്റൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്, വീട്ടിലേക്ക് വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ ആയിട്ട്. അപ്പോൾ ദേവി പറയും, എനിക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബൂസ്റ്റ് തന്നപ്പോൾ തന്നെ അച്ഛന് ഒരു ലിസ്റ്റായിട്ട് വരുമെന്ന്, അതുകൊണ്ട് ഇത് തരാൻ പറ്റുമൊന്നുമില്ല എന്ന്. അപ്പം ഉദയഭാനു പറയും, നീ നിൻ്റെ ശമ്പളത്തിൽ നിന്ന് കൊടുത്താൽ മതി മോളെ, നീ എനിക്ക് പൈസ തായോ, എനിക്ക് സാധനങ്ങൾ തായോ എന്ന് പറയും. അപ്പോൾ പറയും, 1-ാം തീയതി എനിക്ക് ബാലച്ചൻ ശമ്പളം തരുള്ളൂ, അപ്പം അച്ഛൻ 2-ാം തീയതി പോരെ, 2-ാം തീയതി വന്നിട്ട് സാധനങ്ങൾ കൊണ്ടുപോയിക്കോ എന്ന് പറയുകയാണ്. ശരി 2-ാം തീയതി വരാം, നിനക്ക് എത്ര രൂപ ശമ്പളം കിട്ടുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദേവി തമാശയിൽ പറയും 50,000 രൂപ കിട്ടുമെന്ന്. അപ്പോൾ ഉദയഭാനു അത് കാര്യമായിട്ട് അത് യഥാർത്ഥത്തിൽ പറഞ്ഞതാണെന്ന് വിചാരിച്ച് ഉദയഭാനു പറയും, 50,000 രൂപ ഉണ്ടല്ലേ, സന്തോഷമായി എന്ന് പറയണം. എന്നിട്ട് ദേവിയോട് പറയും, എടി നീ എനിക്ക് 2 പാക്കറ്റ് ബിസ്ക്കറ്റ് തായോ, കൊതി കൊണ്ടല്ലേ എന്ന്. അപ്പോൾ ദേവി ബിസ്ക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. പോകുന്ന സമയത്ത് പൈസയുടെ ഡ്രോ തുറന്ന് നോക്കിയപ്പോൾ അതിലാകെ 2-3 10 രൂപയുടെ നോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉദയഭാനു വിചാരിക്കും, അയ്യോ കുറച്ച് മുന്നേ വരണമായിരുന്നു, ആകാശ് ബാങ്കിൽ പോണേക്കെ മുന്നേ വന്നിരുന്നെങ്കിൽ ആ പൈസയൊക്കെ അടിച്ചു മാറ്റായിരുന്നു, ഇതിപ്പോൾ ഒന്നും പറ്റാത്തൊരവസ്ഥയായല്ലോ എന്ന് പറഞ്ഞ് ഉദയഭാനു വിഷമിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് നമ്മുടെ പോലീസുകാർ അലോകിനെ അന്വേഷിച്ച് അലോകിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ഐനെ കണ്ടപാട് അച്യുതൻ സന്തോഷത്തിൽ വന്നിട്ട്, സാറേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സാറെന്താ വന്നത്, ഞങ്ങളുടെ ക്വാറിക്കെതിരെ നാട്ടുകാർ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു, ഇതന്നെ അങ്ങനെ അതന്വേഷിക്കാൻ വേണ്ടി വന്നതാവൂല്ലേ എന്നൊക്കെ ചോദിച്ച് എസ് ഐയോട് ഐനെ ഒന്നും പറയാൻ സമ്മതിക്കാതെ അച്യുതൻ അങ്ങോട്ട് കയറി ഇങ്ങനെ പറയുകയാണ്. അപ്പോഴാണ് നമ്മുടെ അനന്തം വരുന്നത്. അപ്പോൾ ആനന്ദേട്ടൻ വന്നപ്പോൾ പറയും, സാറേ എന്താണ്, സാറെന്തിനാണ് വന്നത് എന്ന് ചോദിക്കണം. അപ്പോൾ അച്യുതൻ പറയും, അത് നമുക്കെതിരെ ആ നാട്ടുകാരൊരു കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നല്ലോ, അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് സാറ് വന്നത് എന്ന്. അപ്പോൾ ഐ പറയും, അത് നിങ്ങളോട് ആര് പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാനൊന്നും വന്നതല്ല, ഇവിടെ എനിക്കൊരു കംപ്ലയിൻറ്റ് കിട്ടിയിരുന്നു, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ്. കംപ്ലയിൻറ്റോ, എന്ത് കംപ്ലയിൻ്റ് എന്ന്? നിങ്ങളുടെ മകൻ അലോകിനെ കുറിച്ചിട്ട് ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്, സ്ത്രീ പീഡനവും ഉപദ്രവവും ഒക്കെ അതിൽ പെട്ടിട്ടുണ്ട്, അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ആരാണ് ആ കംപ്ലയിൻറ്റ് കൊടുത്തതെന്ന് ചോദിക്കണേ.
അപ്പോഴേക്കും എല്ലാവരും ഡൈനിങ് ഹാളിലോട്ട് എത്തും. കാരണം ഇത് കേട്ടപ്പോൾ തന്നെ പോലീസിനെ കണ്ടപ്പോൾ എല്ലാവരും ഡൈനിങ് ഹാളിലോട്ട് വരും. അപ്പോൾ നിങ്ങളടുത്ത ആൾക്കാർ തന്നെയാണ്, ബാലനാണ് തന്നിട്ടുള്ളത്. ബാലൻ്റെ മകളും ബാലൻ്റെ ഭാര്യയും കൂടിയിട്ടാണ് തന്നിട്ടുള്ളത്. വളരെ ബുദ്ധിമുട്ടുള്ള വകുപ്പാണ്. അതുകൊണ്ട് അലോകിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്ന് പറയും. അപ്പോൾ അലോകിൻ്റെ അമ്മ പറയും, അയ്യോ സാറിനെ അവർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ്, അവളാണ് ഞങ്ങളെ പറ്റിച്ചത്. പിന്നെ അലോകിനെ പോലെ ഇത്രയും നല്ല സത്യസന്ധനും നല്ല ചെറുപ്പക്കാരൻ ഈ ഏരിയയിലേ ഉണ്ടാവില്ല, സാറിനെ അവർ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് പറയുകയാണ്. അപ്പോൾ അയാൾ പറയും, എനിക്ക് ഈ പരാതിയെക്കുറിച്ച് നല്ല വ്യക്തമായ ധാരണയുണ്ട്, നിങ്ങൾ അലോകിനെ വിളിക്കുകയെന്ന്. അപ്പോഴത്തേനും അലോക് അങ്ങോട്ട് വരും. അപ്പോൾ അലോകിനെ പറയും, നിന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാൻ വന്നതാണ് ഞങ്ങൾ എന്ന് പറയുകയാണ് അലോകിൻ്റെ അടുത്ത്. അത് കേട്ടതോടുകൂടി അലോകിന് പേടിയാവും. അപ്പം നമ്മുടെ എന്താണ് രാജശ്രീ പറയും, സാറിനെ അവർ തെറ്റിദ്ധരിപ്പിച്ചതാണ്, ദേ ഇത് കണ്ടു ധർമ്മൻ, ഇതാണ് ഞങ്ങളുടെ അനിയനാണ്, ബാലൻ്റെ നിഴൽ പോലെ നടന്നിരുന്ന ആളാണ്, ഇപ്പോൾ അവനെ അടിച്ച് പുറത്താക്കി നോക്ക് എന്നൊക്കെ പറയും. അപ്പോൾ രാജശ്രീയോട് പറയും, ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം, ഞങ്ങൾ ഇവനെ കൊണ്ടുപോകാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അലോക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടും. അങ്ങനെ പുറത്തേക്ക് ഓടിയിട്ട് അപ്പോഴത്തേനും അവൻ്റെ പിന്നാലെ പോലീസുകാർ ഓടും. അപ്പം അവൻ നമ്മുടെ മതിലുമിലൊക്കെ കയറിയിട്ട് കുറേ കസർത്തൊക്കെ കാണിക്കുകയാണ്. എന്നിട്ട് അവനെ രക്ഷയിലെത്തി ഓടിച്ചിട്ടിട്ട് പോലീസുകാർ അലോകിനെ പിടിക്കും. എന്നിട്ട് ആ SI നല്ല വേണ്ടതുപോലെ അടിച്ചിട്ട് നല്ല അടി കൊടുത്തിട്ടാണ് അവനെ പോലീസ് ജീപ്പിൽ കയറ്റുന്നത്. അപ്പോൾ ഇതേ സമയം നമ്മുടെ കൃഷ്ണമംഗലത്തുള്ള ആൾക്കാർ കരഞ്ഞ് വിളിക്കുന്നൊക്കെ ഉണ്ട്, അയ്യോ ഞങ്ങളുടെ അലോകിനൊന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞ് വിളിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഒരു രക്ഷയില്ല, പോലീസുകാരൻ നല്ല സ്ട്രിക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. മാത്രമല്ല സ്ത്രീകളാണ് പരാതി തന്നിട്ടുള്ളത്, അതിനെതിരെ ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് ജോലി വരെ പോകുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അയാൾ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് തീരുമാനം അലോകിനെ പിടിച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നത്. അപ്പോൾ പറയും, സാർ ഞങ്ങൾ ഇവനെ കൊണ്ടുവന്നോളാം, സാറ് കൊണ്ടുപോകണ്ട എന്ന്. അത് പറ്റില്ല, ഞങ്ങൾക്ക് കൊണ്ടുപോകണമെന്ന്. അപ്പോൾ അനന്തം പറയും, സാറേ ഒരു വക്കീലിനെ കൂട്ടി ഇവനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് വന്നോളാം സാറേ, ഇവനെ അങ്ങനെ കൊണ്ടുപോകല്ലേ, ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുപോകല്ലേ എന്ന് പറയണം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നിങ്ങൾ വക്കീലിനായിട്ട് നിങ്ങൾ വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിലോട്ട് വന്നോളൂ, പക്ഷേ ഇപ്പോൾ എനിക്ക് അവനെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് പോലീസുകാർ അവനെ പിടിച്ചു കൊണ്ടുപോകാൻ നോക്കണം. അങ്ങനെ അലോകിനായിട്ട് പോലീസുകാർ ജീപ്പിൽ കയറ്റി പോകുന്ന സമയത്താണ് ഒരു ഓട്ടോ അവിടേക്ക് ആ പോലീസുകാരുടെ ജീപ്പിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത്. ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നത് വേറെ ആരുമല്ല, ഗോമതിയും ബാലനും അനുവാണ്. അപ്പോൾ അവരെ കണ്ടതോടുകൂടി അച്യുതൻ കുറച്ചും കൂടി ദേഷ്യപ്പെട്ടിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് പറയും, നീ എടാ ബാല, ഗോമതി സ്റ്റോർ ബാല, നീ എൻ്റെ മോനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചല്ലേ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, ഇന്ന് ഉച്ചയാകുമ്പോഴത്തേനും എൻ്റെ മോനെ ഞാൻ ഇറക്കിയിട്ടില്ലെങ്കിൽ എൻ്റെ പേര് അച്യുതൻ എന്നല്ല, നീ എൻ്റെ നെഞ്ചിലാണടാ കത്തിയിട്ട് തറച്ചത് എന്നൊക്കെ പറഞ്ഞ് ബാലനെ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ ബാലനെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഗോമതിക്കും അനുവിനൊക്കെ ഒരു ഭയം തോന്നുന്നുണ്ട്. അപ്പോൾ അപ്പോഴേക്ക് ധർമ്മൻ ഓടി വന്നിട്ട് പറയും, ചേട്ടാ ഇതൊക്കെ സംസാരിക്കേണ്ട നേരം ഇപ്പോഴല്ല, ഇപ്പം ആദ്യം നമുക്ക് ധർമ്മനെ പുറത്തിറക്കാൻ നോക്കാമെന്ന് പറഞ്ഞ് ധർമ്മനല്ല അലോകിനെ പുറത്തിറക്കാമെന്ന് പറഞ്ഞ് ധർമ്മൻ വന്ന് അച്യുതനെ പിടിച്ചു കൊണ്ടുപോകാൻ നോക്കുകയാണ്. അപ്പോഴും അച്യുതന് ആ അരിശം തീരുന്നില്ല. അച്യുതൻ പിന്നെ അവിടെ നിന്ന് സംസാരിക്കുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരും, അപ്പം എനിക്ക് നിങ്ങളെ കാണണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ആര്യനാണ് മറുപടി കൊടുക്കുന്നത്. ആര്യൻ പറയും, ശരി ഇതൊക്കെ കഴിഞ്ഞിട്ട് സാവധാനം വന്നാൽ മതി, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, ഞങ്ങൾ ഇവിടെ നിന്ന് എവിടേക്കും പോകുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ബാലൻ പറയും, ആര്യ നീ മിണ്ടാതിരിക്കുക, അവരെന്താ വെച്ചാൽ പറഞ്ഞോട്ടെ എന്ന്. അങ്ങനെ ആനന്ദനും വന്നിട്ട് പറയും, അച്യുതൻ നമുക്കിപ്പോൾ പോവാം, വേറെ ഒന്നുമല്ല, അവനെ നമുക്ക് എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കണം, അതാണ് ആദ്യം ചെയ്യേണ്ടത്, ഇത് രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞ് അച്യുതനെ പറഞ്ഞ് അനുനയിപ്പിച്ചിട്ട് കൊണ്ടുപോകണം. ഇതേസമയം രാജശ്രീയും വന്നിട്ട് ഇവരെ ദേഷ്യത്തിൽ നോക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുവിധം അച്യുതനെ അനുനയിപ്പിച്ചിട്ട് അവർ പോവുകയാണ്. പിന്നെ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ മിത്രയാണ്. മിത്ര വിഷമിച്ചിരിക്കുമ്പോൾ ആര്യ വന്ന് ചോദിക്കും, നീ എന്തിനാ അങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന്. വേറെ ഒന്നും കൊണ്ടല്ല ആര്യ, അലോകിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ്. അവൻ എത്ര കൊള്ളരുതാത്തവനാണെങ്കിലും എൻ്റെ ആങ്ങളെയല്ലേ, പോരാത്തതിന് ചെറുപ്പകാലത്ത് ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പോയിരുന്നതും ഒരുമിച്ച് ടൂർ പോയിരുന്നതും യാത്ര പോയിരുന്നതും വീട്ടിലുണ്ടായിരുന്ന വിശേഷങ്ങളൊക്കെ ഞാൻ ആലോചിച്ച് പോയി എന്ന് പറയുകയാണ് മിത്ര. അപ്പോൾ ആര്യൻ പറയും, അതൊക്കെ സംഗതി സത്യം തന്നെ, പക്ഷെ അവൻ്റെ സ്വഭാവം മാത്രം മാറുന്നില്ലല്ലോ, നീ അതുകൊണ്ട് അവൻ ആലോചിച്ച് വിഷമിച്ചിരിക്കേണ്ട എന്ന് പറഞ്ഞ് മിത്ര ഉപദേശിക്കുകയാണ് ആര്യൻ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. കൂടുതൽ നേരത്തെ സാന്ത്വനത്തിൻ്റെ കഥ അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.